വാർത്തകൾ തുടരുന്നു. ലോകശ്രദ്ധ നേടി വെനിസ്വേലയിലെ മറിയൻ പ്രദക്ഷിണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള മറിയൻ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് 20 ലക്ഷത്തോളം വിശ്വാസികൾ. വിശ്വാസദീപ്തിയിൽ ജ്വലിച്ച് കത്തോലിക്ക സമൂഹം ഒരുമിച്ച് കൂടിയപ്പോൾ വെനിസ്വേല സാക്ഷിയായത് സമാനതകളില്ലാത്ത പ്രദക്ഷിണത്തിന്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം 7 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചപ്പോൾ 20 ലക്ഷത്തോളം വിശ്വാസികളാണ് ഇതിൽ അണിചേർന്നത്. ലാറ സംസ്ഥാനത്തെ ഗവർണർ അഡോൾഫ പെരേര എക്സ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. 44,000-ലധികം കായിക താരങ്ങൾ പങ്കെടുത്ത 9.6 കിലോമീറ്റർ താണ്ടിയ കായിക മത്സരത്തോടു കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. സാന്താ റോസ ദേവാലയത്തിൽ നിന്നാണ് പ്രദക്ഷിണം ആരംഭിച്ചത്. മാതാവിന്റെ ചിത്രം ബാർക്കുസിമെറ്റോയിലെ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേർന്ന സമയത്ത് കോറോ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മരിയാനോ പാര വിശുദ്ധ കുർബാന അർപ്പിച്ചു. 166 തവണയായി ഈ പ്രദക്ഷിണം നടന്നത് യാദൃച്ഛികമായ കാര്യമല്ല എന്നും ഓരോ വർഷവും പങ്കെടുക്കാനെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി. സ്വർഗീയ നാഥയുടെ പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കന്യകാമറിയം തന്റെ മകന്റെ ശിഷ്യരെന്ന നിലയിൽ നിന്ന് തന്നിൽ നിന്ന് പഠിക്കുവാനും ക്രിസ്തുവിനു വേണ്ടി മാത്രം ജീവിക്കുവാനും ഇന്ന് ആവശ്യപ്പെടുകയാണെന്ന് കോറോ അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് മരിയാനോ പാര കൂട്ടിച്ചേർത്തു. 121ാമത് ഓർഡിനറി പ്ലീനറി അസംബ്ലിയുടെ ആഹ്വാനപ്രകാരം ഈ വർഷം കൃപയുടെ വർഷമായാണ് വെനസ്വേലയിൽ ആചരിക്കുന്നത്. നിലവിലെ ദേശീയ സംഭവങ്ങളും രാജ്യത്തിനും കത്തോലിക്ക സഭയ്ക്കും നൽകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളും സിനഡ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കനായ് ന്യൂസ്.